ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നന്ദി കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവ് നല്ല ഉപകാരങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ലോർഡ് വി വർഷിപ്പ് യു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. धन्यवाद प्रभु जी, धन्यवाद प्रभु जी, धन्यवाद प्रभु जी, धन्यवाद प्रभु जी. हालेलुയ, हालेलुയ, हालेलुയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ രാവിലെ സമയം ദൈവമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. കർത്താവ് നമുക്കായി അനുവദിച്ച നല്ല ദിവസത്തിനായി ഈ ദിനങ്ങൾ ദൈവം ഒരുക്കി തരുന്ന എല്ലാ നല്ല അനുഗ്രഹീതമായ സന്ദർഭങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാമല്ലോ. हालेलुया, प्रभु ने महाराज जिंदगी में दिया हुआ सुंदर अवसर के लिए धन्यवाद करेंगे. हालेलुया, परमेश्वर का नाम की हम स्तुति करेंगे. प्रभु जी, हम धन्यवाद करते ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ഈ രാവിലേക്കായി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ഈ ദിനങ്ങളൊക്കെ കർത്താവ് ഞങ്ങളെ അതിശയവും അത്ഭുതവുമായി പട്ടണത്തിൽ പരിപാലിച്ചല്ലോ. ഈ പട്ടണത്തിൽ അനവധി പ്രതിസന്ധികൾ, ഭാരമേറിയ അനുഭവങ്ങൾ, വിവിധ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അനർത്ഥങ്ങളാൽ അനേകം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വലിയ സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ചില ആഴ്ചകളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാത്ത ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരികയാണ്. വിശുദ്ധ ദിവസം അങ്ങയെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, ദൈവവേദന്റെ മക്കൾക്ക് അവരുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും പരിപാലിക്കണമേ, സൂക്ഷിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പട്ടണത്തെ സൂക്ഷിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെ സൂക്ഷിക്കണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങൾക്കായി അയക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അല്പസമയം അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയുടെ വചനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക അരുളപ്പാടുകൾ, ആലോചനകൾ, അനുഗ്രഹങ്ങൾ ഉയരത്തിൽ നിന്ന് വർഷിപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിങ്ങനെ കർത്താവ് ഇപ്രകാരം ഒരു ക്രമീകരണം ഒരുക്കി തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഏത് വിധത്തിലായാലും അങ്ങയെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാനും കർത്താവെ, അങ്ങ് ഞങ്ങളുടെ സ്തുതികളും സ്തോത്രങ്ങളും ആരാധനകളും സ്വീകരിക്കുന്ന നല്ല കർത്താവാകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങനെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ മുദ്രയിടണമേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. प्रभु जी, हम धन्यवाद करते हैं सुंदर समय के लिए, तेरे चरणों में एक और बार करते स्तुति करने के लिए आपने कृपा की. हमारा घरों में बैठकर तेरे नाम को ऊंचा करते समय प्रभु जी तेरे अनुग्रह हमारा जीवन में महसूस करने दो. प्रभु जी, हर एक परिवारों के लिए प्रार्थना करते, हमारे हर एक भाई बहनों के लिए प्रार्थना करते. सभी को तेरे पवित्र प्रभु में अभी तक तुमने संभाला दिया हुआ हर एक आशीष के लिए हम धन्यवाद और स्तुति अर्पण देते हैं. प्रभु जी, आगे का समय हम तेरी स्तुति और महिमा करते समय, तेरे वचन के सुनते समय प्रभु जी तेरे हमें आज नाम से बातचीत कर. प्रभु जी, हमारा जीवन में एक नया बल प्राप्त करने के लिए हमें सहायता कर. में हर एक को तेरे हाथों पर समर्पण देते, हर एक सेवकाइयों को तेरे हाथों पर सौंप देते. हमारे लिए दिया हुआ अच्छा सुविधा के लिए भी धन्यवाद करते हैं. स्तुति और आराधना तेरे लिए अर्पित करते हैं. हमारा प्रार्थना सुन ले, इसलिए धन्यवाद. प्रभु यीशु मसीह का बहुमूल्य नाम से मांगते हो, ग्रहण कर. ആമേൻ. കർത്താവിന് സ്തോത്രം. ഈ സമയത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആമേൻ ചില പാട്ടുകൾ പാടി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേകാൽ നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ സമയങ്ങളിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഭവനങ്ങളിൽ നാം ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നല്ലോ. പ്രത്യേകമായിട്ട് ഈ ഭവനങ്ങളിലെ സഭകൾ ആമേൻ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ടാകുവാനിടയായി, അതും ഒരു ദൈവിക കാര്യപരിപാടിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീരട്ടെ.
परमेश्वर के नाम की महिमा हो। ये जो अच्छा अवसर हमें मिला है, ये जो लॉकडाउन का समय है, यहाँ पर हम आराधना कर सकते हैं, यहाँ पे हम मिल सकते हैं, ऐसा समय मिला है। हम जो है यहाँ पर आराधना कर रहे हैं, परमेश्वर ने ऐसा दिन बनाया है। और ये जो लॉकडाउन के समय जो घरों में प्रार्थना चल रहा है, जो घरों में कलीसिया बन चुकी है, इसलिए मैं परमेश्वर की स्तुति करता हूँ। നാം എവിടെയായിരുന്നാലും നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും സ്വീകരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കും. हम जहाँ पर भी है, हम घरों में, हम जिधर भी है, जहाँ से भी हम प्रार्थना कर रहे हैं, हमारी प्रार्थनाओं को परमेश्वर स्वीकार करता है। ആകയാൽ ഈ വിശുദ്ധ ദിവസം നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, ചില ഗാനങ്ങൾ ചേർന്ന് പാടി നമുക്ക് സ്തോത്രം ചെയ്യുവാനും ദൈവനാമത്തെ ഉയർത്തുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ये जो पवित्र दिन हमें दिया है, इन दिनों में हम आराधना करें, एक साथ उसका नाम का महिमा करें, कुछ गाने गाकर, कुछ गीत गाकर हम परमेश्वर की स्तुति करेंगे. ഈ സമയത്ത് പ്രിയ ആൻസി ചില പാട്ടുകൾ ലീഡ് ചെയ്യും. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വമർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സ്റ്റീവ്, പ്രിയ അജോ, അതുപോലെ പ്രിയ അഭിലാഷ്, ആമേൻ, സിബിൻ, സനിത, ഈ പ്രിയപ്പെട്ടവരൊക്കെ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. സഭാ ഹാളിൽ ഒരുമിച്ച് ഇങ്ങനെ സമയം ചെല്ലിടുവാൻ ദൈവം ഇടയാക്കുന്നു. പ്രത്യേക എല്ലാവരെയും കർത്താവിൽ വന്ദനവും നന്ദിയും അറിയിക്കുകയും ചെയ്യുകയാണ്. ये जो खास समय है, अभी हम थोड़े गीतों के साथ शुरू करेंगे. सबसे पहले बहन एंसी आगे आकर हमारे लिए गीत गाएंगे और उनके साथ जो है स्टीव होंगे, यहाँ पर अजो होगा और मैं ट्रांसलेट कर रहा हूँ. पास्टर आंटी, सिस्टर अनीता भी है हमारे साथ और सिबिन भी है हमारे साथ. ये जो समय मिला है, इससे स्तुति करते हैं. അപ്പോൾ തന്നെ പകൽക്കാലം ഈ ആരാധനയിൽ ഞങ്ങളോട് ചേർന്ന് ഭവനങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ വന്ദനവും പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു. ദയവായി എല്ലാ പ്രിയപ്പെട്ടവരും ഈ ആരാധന മുഴുവൻ സമയങ്ങളും പ്രാർത്ഥനാപൂർവ്വം ഈ ആരാധനയിൽ സംബന്ധിക്കുകയും കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മോടുള്ള ദൈവശബ്ദമായിട്ട് അത് ഏറ്റെടുക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. और जो भी इस आराधना में है, मैं उन सबको वंदन करता हूँ. जो भाई बहन यहाँ पर है, जो भाई बहन घर पे बैठे हैं, उन सबको मैं वंदन करता हूँ. जो आराधना में आप बैठे हो, उसको पूरी फोकस जो है, आपका पूरा ध्यान जो है सिर्फ आराधना में ही रहे. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നാം അവസരങ്ങൾ വേർതിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हमें आशीष दे. ये जो समय है, हम गाना गाने के लिए, थोड़ी आराधना करने के लिए इसको बटोरते हैं. परमेश्वर ने और एक अवसर दिया हमारे जीवन में उनकी सन्निधि में आने का और उनकी स्तुति और आराधना करने का. काफ़ी हफ्तों के बाद वापस आप सबके साथ परमेश्वर को स्तुति और आराधना करने का परमेश्वर ने मौका दिया. हम सबको उन्होंने संभाल के रखा, इसलिए हम साथ में मिलकर उनकी स्तुति और आराधना करेंगे. गीत गाकर, तालियां बजाकर परमेश्वर की स्तुति करेंगे. स्तुति
Oh
praise your name, O Lord Jesus. We glorify your name, O Lord Jesus. परमेश्वर आपने जो भी अनुग्रह हमारे जीवन में किया, जो भी आशीष हमारे लिए किया, उसके लिए हम आपको धन्यवाद करते पिता। जो प्यार आपने हमारे लिए दिखाया, जो करुणा आपने हम पर किया, जो दया आपने हम पर किया, इसलिए हम आपको धन्यवाद करते पिता। हमारे जीवन के हर एक घड़ी में आपने हमारा साथ दिया, इसलिए हम आपको धन्यवाद करते। जैसे कि आपने आपके वचन में कहा है कि मैं दुनिया के अंत तक तुम्हारे साथ रहने वाला हूँ। आप हमेशा जो भी कठिनाइयाँ हो, जो भी परेशानियाँ हो, सबके बीच में आप हमारे साथ थे, इसलिए हम आपको धन्यवाद करते हैं। आमेन जीसस, आमेन, हालेलुया जीसस। Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. ജീവിതം
Jesus, to be with us, Father, towards the end of the earth, Lord Jesus. Whatever may come in our life, Lord Father, you have always been with us, Lord Jesus. We thank you, Lord Father, for your presence, Lord Jesus. Amen. Hallelujah. Hallelujah. Amen. Jesus. Hallelujah. Lord Jesus. Amen. Precious loving Father, Lord Jesus, we thank you, Lord. We praise you. We glorify your name for this beautiful morning that you have given us to come to your presence and to praise your name, to worship your name together, O Lord Jesus, Father. Lord, when our world is going through such difficult conditions, O Lord, you let all of your children, O Lord, to come to your presence, to lift your name, to praise you, to glorify your name, to listen to your word, Lord Jesus. You kept all of your children safe and sound. You did not let us reduce even one in number, O Lord. We thank you for your faithfulness, O Lord. We thank you for your mercy and your love towards us, O Lord Jesus. Guide us and bless us, Lord. We thank you that your presence is here in our midst today, Lord Jesus. The time that we are spending in your presence, listening your words, O Lord Father. Lord, you speak to us, O Lord Father. Let your presence work with us. Let your Holy Spirit work in our hearts, O Lord Jesus. Whatever changes that you want us, O Lord Father, what in our lives to happen, O Lord, let it be seen in these days, O Lord Jesus. Help us to grow more closer to you. Let all the troubles and difficulties that come in our lives bring us more closer to you, O Lord Jesus. Lord, you bless all of your children who are listening to your word now, O Lord Jesus. Bless them. Fulfill all their needs, O Lord Jesus. Lord, you listen to all their prayers, O Lord. Heal all their wounds, O Lord Jesus. Comfort them, O Lord Jesus, in your name, O Lord. We bless all of your people in your name, O Lord. We thank you for your presence which is with us, O Lord Father. Cleanse us and purify us with your precious and loving blood, Jesus. Thank you for hearing our prayer. In Jesus' precious name we pray. Amen. കർത്താവിന് സ്തോത്രം. നമുക്കിതുവരെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. परमेश्वर के नाम की महिमा हो. अब तक परमेश्वर ने हमें संभाल कर रखा है. गाना गाने, गीत गाने के लिए हमें मदद किया है. തുടർന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുകയാണ്. आगे कुछ समय हम प्रार्थना के लिए बांटते हैं. നമ്മുടെ പട്ടണത്തിന് വേണ്ടി, നമ്മുടെ പ്രിയജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് അല്പസമയം ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീരട്ടെ. कुछ समय हम प्रार्थना करेंगे हमारे लोगों के लिए, हमारे शहर के लिए, हमारे देश के लिए. हम थोड़ा समय जो है प्रार्थना में बिताएंगे. നമുക്കറിയാം കോവിഡ്-19 ആമേൻ മഹാവ്യാധി ഈ മുഴുവൻ ലോകത്തെയും എല്ലാ ലോകരാജ്യങ്ങളെയും കീഴടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ये ऐसे समय पे हम आ चुके हैं जहाँ पर कोविड-19 जो है एक महामारी बनकर पूरी दुनिया पर कब्जा बता चुकी है. അനേക വ്യക്തികൾ, ആളുകൾ ഇതിനോടകം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. अनेक लोग जो है अब तक उन्होंने अपनी जान गंवा चुके हैं. അനേക ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ വളരെ അധികമായിട്ട് ഈ രോഗബാധയാൽ സഫർ ചെയ്തു. और ये अनेक देश, अनेक शहर जो है पूरे सफरिंग में है, जो सहन कर रहे हैं इस परेशानी की वजह से. അനേകർ വളരെ ഭയത്തോടെ ജീവിതം തള്ളി നീക്കുന്നു. बहुत सारे लोग जो है एकदम भयभीत के साथ अपने जीवन को बिता रहे हैं. അനേകർ ആമേൻ രോഗികളായി ഭാരപ്പെടുന്നു. बहुत सारे लोग जो है रोगी बनकर पीड़ित हैं. ഈ മഹാവ്യാധിയോട് പോരാടുവാൻ ജനങ്ങൾ എല്ലാവരും സജ്ജമായി എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്നു. और इस महामारी से लड़ने के लिए सारी जनता तैयार होकर, सारे राज्यों में तैयार होकर एक साथ जुटी खड़ी है. നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हमारे देशों के लिए परमेश्वर से प्रार्थना करना है. ഈ നമ്മുടെ ദേശത്ത് വ്യാപരിക്കുന്ന ഈ രോഗ അനുഭവങ്ങൾക്ക് ഒരു സമാപ്തി ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട്. हमारे देशों में जो महामारी बीत रही है उसका एक समाप्त होने के लिए, उसका एक अंत होने के लिए हमें प्रार्थना करना है. ദൈവവചനത്തിൽ നാം വായിക്കുന്നു, മനുഷ്യർ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുന്നെങ്കിൽ ആമേൻ ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം. और परमेश्वर का वचन कहता है कि अगर मनुष्य अपने आप को नीचा करता है और अपने दुष्ट मार्गों से हटता है तो परमेश्वर हमारे प्रार्थनाओं का उत्तर देता है. ഈ രോഗ കാലഘട്ടത്തിൽ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നിരുന്നാലും മറുഭാഗത്ത് ജനം തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, ദൈവത്തോടടുക്കുവാൻ ഒക്കെ ഇടയായി തീരട്ടെ. दुनिया में से कई सारे लोग गुजर गए हैं, पर परमेश्वर के लोग जो है, बाकी लोग जो है अपने आप को नीचा करें, पूरा हम्बल करें और प्रार्थना करें. ദേശങ്ങളുടെ സൗഖ്യത്തിനായി, ദൈവസഭകളുടെ ഉണർവിനായി, ദൈവജനത്തിന്റെ ശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. लोगों की चंगाई के लिए, देशों के चंगाई के लिए और परमेश्वर के लोग की जागरूक होने के लिए प्रार्थना करेंगे. പ്രത്യേകിച്ച് ഇതിനുള്ള ബന്ധത്തിൽ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന അനേക ആരോഗ്യ പ്രവർത്തകരുണ്ട്.
അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. और खास तौर से जो भी फ्रंट लाइन वर्कर्स है, जो भी हेल्थ केयर वर्कर्स है, उन सबको परमेश्वर के हाथों में सौंपते हुए प्रार्थना करेंगे. അനേക NGOs ഇതിന് വേണ്ടി വളരെയധികം അത്യുദ്ധാനം ചെയ്യുന്നു. और कई सारे NGO भी है जो है इस महामारी के पीछे है, जो इसके मदद कर रहे हैं. എല്ലാ ഭരണകൂടങ്ങളും ഒരുപോലെ ആമേൻ ഈ മഹാമാരിയിൽ നിന്ന് മോചനത്തിനായി അധ്വാനിക്കുന്നു. सारे गवर्नमेंट अथॉरिटीज जो है इस महामारी से बचने के लिए काम कर रहे हैं. നമുക്ക് പ്രാർത്ഥിക്കാം അവരിലൊക്കെ ദൈവത്തിന്റെ ജ്ഞാനം പകരുവാൻ, हम प्रार्थना करेंगे परमेश्वर की बुद्धि और ज्ञान जो है सबको मिले. അവരെയൊക്കെ ദൈവം സൂക്ഷിപ്പാൻ परमेश्वर उन सबको संभाल कर रखे. ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे. മാത്രമല്ല നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവജനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. हालेलुया. और सिर्फ यही नहीं बल्कि हम हमारे सारे लोगों के लिए, हमारे परमेश्वर के लोगों के लिए प्रार्थना करेंगे. ദൈവസഭകളിൽ ഒരുമിച്ച് കൂടുവാൻ കഴിയാതെ ആരാധനയില്ലാതെ ഭാരപ്പെടുന്ന ഈ സന്ദർഭങ്ങളിൽ और कलीसिया में जब हम नहीं मिल सकते हैं, एक साथ नहीं आ सकते, जब आराधना नहीं हो रही है, ജനമെല്ലാമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി परमेश्वर की प्रजा जहाँ पर भी है परमेश्वर की उपस्थिति को महसूस करें. കുടുംബമായി ദൈവത്തെ ആരാധിപ്പാനിടയായി परिवार परिवार इकट्ठा होकर जो है परमेश्वर की आराधना करें. ദാസന്മാരെ ഓർത്ത്, परमेश्वर के दासों को याद करें, ദൈവജനത്തെ ഓർത്ത് परमेश्वर की प्रजा को याद करते നമുക്ക് हुए ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम परमेश्वर के उपस्थिति में प्रार्थना करेंगे. നമ്മുടെ ഇവിടെയുള്ളതായ കൂട്ടായ്മയെ ഓർത്ത് നമുക്ക് जो പ്രാർത്ഥിക്കാം. हमारी कलीसिया यहाँ पर है उसके लिए प्रार्थना എല്ലാ करेंगे. ദൈവജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. सारे परमेश्वर की प्रजा को परमेश्वर के हाथों में പട്ടണത്തിന്റെ सौंपते हैं. വിവിധങ്ങളിലായിട്ട് അവർ പാർക്കുമ്പോൾ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സൂക്ഷിപ്പും സംരക്ഷണവും ഉണ്ടാകുവാനായി നമുക്ക് जब പ്രാർത്ഥിക്കാം. हमारे भाई बहन यहाँ वहाँ रह रहे हैं, दूर दूर रहते हैं, परमेश्वर की कृपा, परमेश्वर का जो सुरक्षितता है वो सब पर रहे. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം ഒരുവരപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സനിത ജോൺസൺ മുൻപോട്ട് കടന്നു വന്ന ഈ വിഷയങ്ങൾക്ക് വേണ്ടി പൊതുവായി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. हम जहाँ पर भी है, जब एक साथ मिलकर प्रार्थना करेंगे, मैं सिस्टर अनीता को आगे बुलाऊंगा, वो हमारे लिए एक साथ इन विषयों के लिए प्रार्थना करेंगे. സ്തോത്രം സ്തോത്രം സ്തോത്രം. അമ്മേ പാലങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമുക്ക് നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിന് ദാസന് അർപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 മാസക്കാലമായി നമ്മൾ ഭവനങ്ങളിൽ ഇരുന്ന കുടുംബമായി പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ദൈവം നമുക്ക് തന്ന നല്ല മുഖാന്തരങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആമേൻ സഭയായി ദൈവം നമ്മളെ കൊണ്ടുവന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണസമനായ നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വിശുദ്ധ ദിവസത്തിന്റെ മത്സരത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവം എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ ഈ ദിവസങ്ങൾ കർത്താവേ, ദേശത്ത് സംഭവിച്ചിരിക്കുന്ന ദൈവീ അനർത്ഥങ്ങൾ എന്ന കർത്താവേ, ഈ മഹാമാരിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ വിടിവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിക്കുന്ന പോലെ, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്നുള്ള ദൈവത്തിൻ്റെ കർത്താവചനത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പട്ടണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകരാജ്യങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്ന കർത്താവേ. അനേക ആയിരങ്ങൾ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേകം ഹോസ്പിറ്റലുകളും ഭവനങ്ങളുമായ കഷ്ടങ്ങളുടെ വേദനകളായിരിക്കുമ്പോൾ കർത്താവെ, അവരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. അനേകം സമാധാനമില്ലാതെ ആയിരിക്കുമ്പോൾ ദൈവസമാധാനം പകരണമേ കർത്താവെ. നീ അവരെ സൗഖ്യമാക്കണമേ, ജനത്തെ ആശ്വസിപ്പിക്കണമേ കർത്താവെ. നീ ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ, നമ്മെ ഞങ്ങളെ വിടിവിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബുദ്ധിയോടെ ജ്ഞാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപമേ പകരണമേ കർത്താവെ. ദേശത്തിന് വേണ്ടി കർത്താവെ, ജനത്തിന് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിദേശങ്ങളിലെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോലിയിലയക്കുന്നതിലുണ്ട്, ഭവനങ്ങളിലയക്കുന്നതിലുണ്ട് കർത്താവെ, വിവിധ സ്ഥലങ്ങളിലയക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഈ അനർത്ഥങ്ങളുടെ കർത്താവെ, ഈ പ്രതിസന്ധികളിൽ കർത്താവെ, ജനത്തെ എല്ലാം വിടിവിക്കണമേ കർത്താവ്. എല്ലാവരെയും സൂക്ഷിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് കാലം കർത്താവെ, ദിവസം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. ഒരു പ്രാവശ്യവും ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവെ. ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കായി, ആമേൻ, നഴ്സുമാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നീ
അവരെ സഹായിക്കണമേ കർത്താവെ. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശേഷം ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബോംബെ പട്ടണത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. പകർച്ചവ്യാധി ദൈവമേൻ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പട്ടണത്തെ വിടിവിക്കണമേ കർത്താവെ. ദൈവം ഞങ്ങളുടെ പട്ടണത്തോട് കരുണ കാണിക്കണമേ കർത്താവെ. ജനത്തെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മീരാവേന്ദ്രന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശത്തെ വിടിവിക്കണമേ. ദൈവജനങ്ങളെ കുടുംബങ്ങളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളായി എല്ലാ മക്കളെയും സൂക്ഷിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങൾക്കായി വനക്കാർക്കായി പ്രായമുള്ളവർക്കായി സ്തോത്രം. സഭയായ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൃപകൾ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് വർക്കാലം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का पवित्र नाम की महिमा हो। അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവം ഇടയാക്കുന്നല്ലോ. इस आशीष भरे दिन के लिए परमेश्वर का धन्यवाद करते हैं। परमेश्वर की उपस्थिति हम महसूस कर सकते हैं, इसलिए उसकी धन्यवाद करते हैं। നമ്മുടെ ഭവനങ്ങളിലായതുകൊണ്ട് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ ഈ പകലിൽ സഹായിച്ചു. हमें हमारे भवनों में बैठकर, घरों में बैठकर आराधना करने, प्रार्थना करने के लिए परमेश्वर ने हमें मदद किया है। തുടർന്ന് അല്പ മിനിറ്റുകൾ ദൈവ വചന ചിന്തയ്ക്ക് വേണ്ടി നാം സമയങ്ങളെ വേർതിരിക്കുകയാണ്. आगे का कुछ समय जो है मैं परमेश्वर के वचन से हम मनन करेंगे। എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനാപൂർവ്വം കർത്താവിന്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ആവശ്യപ്പെടുകയാണ്. मैं ऐसे विनती करता हूँ कि सारे भाई बहन जो है वचन पे पूरा ध्यान दें। നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. हम जो है आज के मनन के लिए निर्गमन का पुस्तक 14 अध्याय उसके 13वें वचन से जरा पढ़ेंगे। അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടി എടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. हालेलुया। हम 13वें वचन से पढ़ेंगे। मूसा ने लोगों से कहा, डरो मत, खड़े खड़े वहां से उद्धार का काम देखो जो यहोवा आज तुम्हारे लिए आया है, क्योंकि जिन मिस्रों को तुमने आज देखा है उन्हें फिर कभी ना देखोगे। यहोवा आप ही तुम्हारे लिए लड़ेगा। इस्राएल से तुम चुपचाप रहने के लिए कहो। तब यहोवा ने मूसा से कहा, तू क्यों मेरे लिए दुहाई दे रहा है? इस्राएल को आज्ञा दे कि वो कुछ करे, और तू अपनी लाठी उठाकर अपने हाथ समुद्र के ऊपर बढ़ा, और वहां 2 भाग हो जाएगा। तब इस्राएल समुद्र के बीच होकर स्थान पर चलेंगे। ഇവിടെ വായിക്കപ്പെട്ട ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ये जो वचन हमने पढ़ा है, हम इसके स्टोरी को जानते हैं, कहानी जानते हैं। 430 വർഷത്തെ അടിമവാസത്തിന് ശേഷം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായ ജനം ദൈവിക വാഗ്ദത്തങ്ങളെ പേറിക്കൊണ്ട് കനാൻ ദേശത്തിലേക്ക് അവർ യാത്രയെ ആരംഭിച്ചു. हम ये कहानी जानते हैं, इतिहास जानते करके करीबन 430 साल के गुलामी के बाद मिस्र के देश को छोड़कर इस्राएली जो है कनान की ओर बढ़े हैं। മരുഭൂമിയിലൂടെ യാത്രയെ ആരംഭിച്ചതായ ജനം പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. जो मरुभूमि से यात्रा कर रहे हैं, जंगलों से यात्रा कर रहे प्रजा ने एक ऐसे मुश्किल का सामना किया। വളരെ സന്തോഷത്തോടെയാണ് അവർ യാത്രയെ ആരംഭിച്ചത്. उन्होंने अपनी यात्रा जो है बड़ी आनंद के साथ शुरू की थी। അവർ പാട്ടോടും നൃത്തത്തോടുമാണ് അവരുടെ യാത്രയെ वो ആരംഭിച്ചത്. स्तुति गीतों के साथ उन्होंने अपने यात्रा को शुरू किया। ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയോടെയാണ് അവർ യാത്രയെ ആരംഭിച്ചത്. परमेश्वर ने जो वायदे दिए हैं उन सबको याद करते हुए यात्रा शुरू हुई। എന്നാൽ വേഗത്തിൽ അവരുടെ പരിസ്ഥിതികൾക്ക് മാറ്റം വരികയാണ്. पर जल्दी से जल्दी जो है हालात बदल गए। ജനം ഭയപ്പെടുവാൻ തക്കവണ്ണം, प्रजा जो है एकदम डर गई, നിലവിളിക്കുവാൻ തക്കവണ്ണം, चिल्लाने लगे, പിറുപിറുക്കുവാൻ തക്കവണ്ണം, कुटकुटाने लगे।
ഇവിടെ സാഹചര്യങ്ങൾ അവർക്ക് और പ്രതികൂലമാകുവാനിടയായി. ये जो हालात थे उनके खिलाफ हो गए. നമുക്കറിയാം, അതിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, हम इसी अध्याय के 5वें वचन पे जरा ध्यान देंगे. ആമേൻ, ജനം ഓടിപ്പോയി എന്ന് മിസ്രയീം രാജാവ് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സു മാറി. ഇസ്രായേലിനെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്നവർ പറഞ്ഞു. और 5वें वचन में जरा देखिए करके, जब मिस्र के राजा को समाचार मिला करके इस्राएल की प्रजा चले गई है, तो फरो का मन जो है पलट गया. उसे लगा करके हमने इस्राएली को हमारे गुलामी से कैसे छोड़ दिया और हमने ये क्या कर दिया. കഴിഞ്ഞ 430 വർഷം അവരുടെ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം അവരുടെ ദേശം വിട്ടു പോകുന്നതിൽ വലിയ നഷ്ടമായിട്ട് അവർക്ക് और തോന്നുവാൻ. उन्हें ऐसा लगा करके करीबन 400 साल से जो गुलामी कर रही थी इस्राएल की प्रजा, जब देश छोड़कर जा रही थी, बड़ा सा नष्ट लगा उन्हें. അതുകൊണ്ട് ഫറവോൻ എല്ലാവിധ സൈന്യ സന്നാഹത്തോടുകൂടെ ഈ ജനത്തെ തിരികെ കൊണ്ടുപോകുവാൻ വേണ്ടി പുറപ്പെടുവാനിടയായി. इसलिए फरो जो है अपनी बड़ी सेना को तैयार करता है और इस प्रजा को वापस मिस्र में लाना चाहता है. ഫറവോന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഈ ജനത്തെ വീണ്ടും അടിമകളാക്കി വെക്കുക. फरो के मन में सिर्फ एक ही आशा है करके इस्राएल को वापस गुलाम बना दे അവരുടെ ദേശത്തേക്ക് അവരെ മടക്കി കൊണ്ടുപോവുക, और उनके देश में, मिस्र के देश में वापस लेकर आए കഠിന വേലയ്ക്ക് വേണ്ടി അവരെ വീണ്ടും നിയോഗിക്കുക. और एकदम गुलामी में रहे उसमें नियुक्त करे उन्हें. അവരുടെ ദേശത്തിന് ലാഭമുണ്ടാകുവാൻ, രാജ്യത്തിന് ലാഭമുണ്ടാകുവാൻ ഈ ജനത്തെ ഉപയോഗിക്കുക. और मिस्र के देश के लिए बड़ा लाभ बनाए, इसलिए इस प्रजा का उपयोग करे. ആമേൻ. അവർക്ക് പിന്നിൽ അഥവാ പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് പിന്നിൽ ഫറവോൻ സൈന്യസമേതം ആമേൻ പിൻപറ്റുവാൻ അല്ലെങ്കിൽ പിൻചൊല്ലുവാൻ തക്കവണ്ണം और ഇടയായി. इस्राएल की प्रजा जो आगे गए थे, उनके पीछे जो है फरो अपनी बड़ी सी सेना को लेकर आ रहा है. ഇവിടെ ജനത്തെ ഭയപ്പെടുത്തിയ, ജനത്തെ ഇളക്കിയ, അവരെ ആമേൻ സങ്കടപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ, അവർ എവിടെ നിന്ന് പുറപ്പെട്ടു പോന്നുവോ ആ രാജാവും സൈന്യവും അവരെ വീണ്ടും അടിമകളാക്കുവാൻ വേണ്ടി അവരുടെ പിന്നാലെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. यहाँ पे प्रजा के मन में जो है जरा हलट हो गई, वो दुखित हो गए, उनके मन में कुटकुटाने लगे करके जिस राजा से वो भाग रहे थे, वही राजा उनके पीछे आ रहा था ताकि उनको वापस लेकर जाए. നമ്മളതിന്റെ 6-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി മിസ്രൈം രാജാവ് ഈ ജനത്തിന്റെ പിന്നാലെ പുറപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. फरो जो है 6वें वाक्य में लिखा है, फरो ने जो है सारी सेना को तैयार किया, रथों को तैयार किया और उस पे रथों पर चलाने के लिए सरदारों को भी तैयार किया ताकि इस लोगों के पीछा करें. നോക്കൂ, ഈ കാഴ്ച ഇസ്രായേൽ മക്കൾ കാണുകയാണ്. और ये जो दृश्य है इस्राएल की प्रजा देख रही है അവർ ഭയപ്പെടുവാനിടയായി. और वो डर जाते हैं. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, അവരെ അടിമകളാക്കുവാൻ, അവരെ തിരികെ കൊണ്ടുപോകുവാൻ, അവരെ വീണ്ടും ആമേൻ തകർത്തു കളയുവാൻ അവർക്ക് പിന്നിൽ കടന്നു വരുന്ന ശത്രു സൈന്യത്തെ കണ്ട് ജനം ഭയപ്പെടുവാനിടയായി. ये हमें समझना है करके ये जो प्रजा है ये वापस डर गए हैं, क्योंकि वापस इनको गुलामी में जाना होगा. शत्रु सैन्य जो है इनके पीछे पीछे आ रहा है. ആമേൻ. രണ്ടാമത് അവരെ ഭയപ്പെടുത്തിയതായ വിഷയം, और दूसरी बात से वो जो डर गए थे ये विषय है, അവരുടെ മുൻപോട്ടുള്ള യാത്രയിൽ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ചെങ്കടലാണ്. उनकी आगे की यात्रा में जो है एक बड़ा रुकावट है, जो लाल समुद्र खड़ा है. ആർത്തിരമ്പുന്ന ചെങ്കടൽ അവർക്ക് മുൻപിൽ, बड़ी बड़ी लहर होने वाले जो है लाल समुद्र आगे खड़ा है. അത് കടക്കുവാനുള്ളതായ യാതൊരു ക്രമീകരണവും അവരുടെ പക്കലില്ല. और इसे कैसा पार करे इसके लिए कुछ नहीं पता उन्हें. പിന്നിൽ ശത്രു സൈന്യം, पीछे से जो सेना आ रही है, മുൻപിൽ ചെങ്കടൽ. आगे जो है लाल समुद्र खड़ा है. ഇതിന് നടുവിൽ നിൽക്കുന്ന ജനം ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനിടയായി. इनके बीच में जो खड़े होने वाली परमेश्वर की प्रजा है, परमेश्वर के सामने चिल्ला रही है. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും, അവർ ദൈവത്തോട് നിലവിളിച്ചു. यहाँ पे हम ये देख सकते हैं कि वो परमेश्वर से वो चिल्लाने लगे, विनती करने लगे. മാത്രമല്ല അവർ മോശയ്ക്ക് വിരോധമായിട്ട് പിറുപിറുക്കുവാനിടയായി. और यही बात नहीं बल्कि वो मूसा के खिलाफ होकर कुटकुटाने लगे. യാത്രയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ചെങ്കടൽ എങ്ങനെ വഴിമാറും എന്നവർ ചിന്തിച്ചു. और ऐसे सोचने लगे कि हमारी यात्रा में आगे अड़चन बनने वाले खड़े रहने लाल समुद्र का हम क्या करें. അവരുടെ പിന്നിൽ വരുന്ന
ആമേൻ ഇരുമ്പ് രഥങ്ങളുമായി കടന്നു വരുന്ന ഫറവോന്റെ കരങ്ങളിൽ നിന്ന് എങ്ങനെ വിടുവിക്കപ്പെടും എന്നവർ ഓർക്കുവാനിടയായി. और वापस ये सोचने लगे कि पीछे से आने वाली फरो की सेना उसके रथों से हम कैसे बचेंगे. ഇങ്ങനെയുള്ള സങ്കടകരമായ ഒരു സന്ദർഭത്തിൽ ऐसे एकदम निराश होने वाले संभव में ഇതാ യഹോവയുടെ ആത്മാവ് മോശയുടെ മേൽ यहाँ देखोगे വരുവാൻ कि यहोवा की आत्मा मूसा पर आ गई. ആത്മഭരിതനായി മോശ ജനത്തിന്റെ നടുവിലേക്ക് കടന്നു ചെന്നിട്ട് आत्मा में भरपूर होकर मूसा जो है लोगों के पास जाता है ജനത്തോട് इങ്ങനെ വിളിച്ചു പറഞ്ഞു, और उसने लोगों से ऐसा कहा, അല്ലയോ ജനമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, हे प्रजा तुम क्यों डर रहे हो, നിങ്ങൾ ഉറച്ചു നിൽക്കുക. तुम्हें स्थिर रहना है. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. यहोवा तुम्हारी जो रक्षा तैयार करने वाला है उसे तुम अपने आंखों से देखो. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ जो आज जो तुम मिस्र को देख रहे हो ഇനി ഒരു നാളും കാണുകയില്ല. वो मिस्र को तुम कभी वापस नहीं देखोगे. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മാനുഷിക കരങ്ങളല്ല. तुम्हारे लिए युद्ध करने वाला कोई इंसान नहीं. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാൻ പോകുകയാണ്. तुम्हारे लिए युद्ध करने वाला, तुम्हारे लड़ने वाला जो है सर्वशक्तिमान यहोवा है. Praise the Lord. आमेन, ഇന്ന് हालेलुया. പകൽക്കാലം പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, जब हमारे जीवन की यात्रा में भी ऐसे कई सारे अड़चन आते हैं, മുന്നിലും പിന്നിലും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. आगे और पीछे दोनों जब अड़चन आते നമ്മുടെ हैं, ജീവിതത്തിന്റെ അടുത്ത ചുവട് നാം എവിടെ വെക്കുമെന്ന് അറിയാതെ ഇരിക്കും. हमारे जीवन का आगे का कदम क्या होगा जब नहीं जानते हैं, നമ്മെ അടിമകളാക്കുവാൻ വീണ്ടും ശത്രു പരിശ്രമിക്കുമ്പോൾ, हमें वापस गुलाम बनने के लिए जो है शत्रु सेना तैयार है. ഉയരത്തിലെ ദർശനം പ്രാപിച്ച് ദൈവവേദൽ തിരിച്ചറിയണം, ശത്രു സൈന്യത്തെ താറുമാറാക്കുവാൻ ഇനി മേലിൽ അവരെ കാണാതെ വണ്ണം അവരെ ഒടുക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു, അവനത്രേ എന്റെ കർത്താവ്. स्वर्गीय दर्शन पाने वाले प्रजा को ये जानना चाहिए करके जितने भी शत्रु मेरे खिलाफ आए, पर मेरे लिए लड़ने वाला एक सर्वशक्तिमान परमेश्वर है, वो मेरे लिए वहां पर खड़ा रहेगा. ഹല്ലേലൂയ. आमेन. പ്രതികൂലങ്ങൾ എത്രയും വർദ്ധിക്കട്ടെ. कितने भी कठिनाई आ ഈ जाए, നമ്മുടെ ദേശങ്ങൾ മുഴുവൻ ആമേൻ മഹാമാരിയുടെയും രോഗത്തിന്റെയും പിടിയിൽ അമരട്ടെ. पूरा देश भी चकड़ जाए इस महामारी और रोग में. നാം പ്രതീക്ഷിക്കാത്തതായ തിന്മകൾ ആമേൻ ഈ പട്ടണത്തിൽ ദേശങ്ങളിൽ ആമേൻ ആമേൻ ഉടലെടുക്കട്ടെ. जो बुराई हम नहीं सोच सकते हैं वो भी इस देश में आ जाए. എന്നാൽ തന്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കും. पर इस प्रजा को बचाने वाला परमेश्वर आज भी അവൻ जीवित है. വാഗ്ദത്തം ചെയ്തവനെങ്കിൽ അവൻ വിശ്വസ്തനാണ്. अगर उसने वायदा किया है तो विश्वास योग्य से वो पूरा भी करता है. മരുഭൂമി നിനക്കൊരു തടസ്സമായിരിക്കും. रेगिस्तान तेरे लिए एक प्रॉब्लम नहीं होगा. നിന്റെ മുൻപുള്ള ചെങ്കടൽ നിനക്കൊരു तेरे തടസ്സമായിരിക്കും. आगे जो लाल समुद्र है तेरे लिए कठिनाई नहीं നിന്നെ बनेगी. അടിമയാക്കുവാൻ പിന്നിൽ വരുന്ന ശത്രു സൈന്യം നിനക്ക് ഒരു जो തടസ്സമാകില്ല. सेना तेरे पीछे आ रही है तुझे गुलाम बनाने के लिए कोई प्रॉब्लम नहीं होगा. നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു, അവനത്രേ നാം സേവിക്കുന്ന ആമേൻ കർത്താവായ യേശു. क्योंकि तुझे छुटकारा देने वाला परमेश्वर वो आज भी जीवित है, वही हम जिसकी सेवा करते हैं, यीशु मसीह. Praise the Lord. हालेलुया. ഇവിടെ യഹോവയുടെ ആത്മാവ് വീണ്ടും മോശയോട് സംസാരിക്കുകയാണ്. यहाँ पर यहोवा की आत्मा जो है वापस मूसा से बात कर रही है. മോശയോട് ചോദിക്കുന്നു, മോശേ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? मूसा से पूछ रहा है करके, हे मूसा तू क्यों डर रहा നീ है, എന്തിനാണ് നിലവിളിക്കുന്നത്? तू क्यों चिल्ला रहा है. മുൻപോട്ട് പോകുവാൻ ജനത്തോട് പറക. मूसा तू लोगों से आज्ञा कर करके वो आगे चले. മുൻപോട്ട് എങ്ങനെ പോകും? മുൻപിൽ ചെങ്കടൽ ആർത്തിരക്കുകയാണ്. वो आगे हम कैसे जाएंगे, आगे तो लाल समुद्र खड़ा है. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവനോട് മറുപടി കൽപ്പിച്ചു. और स्वर्गीय परमेश्वर ने ऐसा उत्तर दिया, ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് മുൻപ് आज से 40 साल पहले നിന്റെ കയ്യിൽ ഞാൻ കൈമാറിയ ഫലമേൽപ്പിച്ച എന്റെ അഭിഷേകത്തിന്റെ വടി നിന്റെ പക്കലുണ്ടല്ലോ. आज से 40 साल पहले जो लाठी, जो अभिषेक के साथ जो लाठी मैंने तेरे हाथ में दी उसका उपयोग करना है. മിസ്രയീമിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തതായ വടി, मिस्र में अनेक महान कार्य, अद्भुत कार्य करने वाला लाठी, കഴിഞ്ഞ 40 വർഷം നീ ചുമന്നതായ ആ വടി करीबन पिछले 40 साल से जो लाठी तू उठा रहा है. ഒരിക്കൽ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് एक बार होरेब के पर्वत पर യഹോവയായ ദൈവവുമായിട്ട് മോശ നടത്തിയ വലിയ എൻകൗണ്ടർ നമുക്കറിയാം. मूसा और परमेश्वर के बीच में जो मिला हुआ जो एनकाउंटर वो हम जानते हैं. ആമേൻ. മുൾപ്പടർപ്പിൽ കത്തുന്ന തീ, ആമേൻ, മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതുമായ ദർശനം. जो झाड़ को उसको जलते हुए देखा, वो झाड़ जो है कभी जलकर राख नहीं हुआ. അവിടെ വെച്ച് യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചു, और वहां पर परमेश्वर ने मूसा से कहा, അല്ലയോ മോശേ, हे मूसा, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ ആമേൻ मेरे കണ്ടിരിക്കുകയാണ്. प्रजा की जो चिल्लाना है, जो उनकी आज्ञा है, मैंने सुन ली है. അവരുടെ പീഡകൾ ഞാൻ उनकी കണ്ടിരിക്കുകയാണ്. पीड़ाओं को मैंने देख लिया है, അവരുടെ നിലവിളി ഞാൻ उनकी കേട്ടിരിക്കുകയാണ്. आवाजों को मैंने सुन लिया है. അവരെ വിടുവിക്കുവാൻ ഞാൻ നിന്നെ और നിയോഗിക്കുകയാണ്. उनको बचाने के लिए, छुटकारा देने के लिए मैं तुझे नियुक्त करता हूँ. ഒരു കാലത്ത് മിസ്രയീമിൽ നിന്ന് ഓടിപ്പോന്നതായ മോശ
ഭയബഹുലനായിട്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്നെ കൊണ്ട് അതെങ്ങനെ സാധിക്കും? एक बार मिस्र के देश को छोड़कर भागने वाले मूसा ने परमेश्वर से कहा, हे परमेश्वर ये सब कैसे होगा मुझसे? അസാധ്യമായ ഒരു കാര്യമാണ് നീ പറയുന്നത്. ये जो कार्य है ये असंभव है मेरे എന്നാൽ लिए। ദൈവത്തിന്റെ ആത്മാവ് മോശയോട് ഇങ്ങനെ പറഞ്ഞു, पर परमेश्वर ने ऐसा कहा, അല്ലയോ മോശേ, हे മൂസ, ഞാനാകുന്നവൻ ഞാനാകുന്നു. मैं जो हूँ मैं हूँ। നീ നിന്റെ ശക്തിയല്ല ജനത്തെ വിടിവിക്കുവാൻ तुम പോകുന്നത്. तुम्हारे ताकत से नहीं, ഞാൻ നിന്റെ മേൽ പകരുന്ന അഭിഷേകത്താൽ, ഞാൻ നിന്റെ മേൽ പകരുന്ന അധികാരത്താൽ നീ ജനത്തെ വിടിവിക്കുവാൻ പോകുകയാണ്. जो अभिषेक में तुझे देने वाला हूँ, जो अधिकार में तुझे देने वाला हूँ, उससे तू लोगों को छुटकारा देगा। കഴിഞ്ഞ 40 വർഷങ്ങൾ അവൻ കൊണ്ടു നടന്ന, അല്ലെങ്കിൽ അനേക വർഷങ്ങളായി അവൻ കൊണ്ടു നടന്നതായ വടി താഴെയിടുവാൻ പറഞ്ഞു. जो इतने सालों से जो लाठी लेकर चल रहा है, उस लाठी को लेने कहा। ആ വടി സർപ്പമായി തീരുന്നു. उस लाठी को जब नीचे डाल दिया, वो सर्प बन गया। വാലിൽ പിടിച്ച ഉടനെ അത് വീണ്ടും വടിയായി और മാറുന്നു. उस सांप के जब पूंछ को पकड़े तब वापस लाठी बन गया। ആ പ്രക്രിയകൾ കഴിഞ്ഞ ശേഷം ये सारे क्रिया होने के बाद ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, वहाँ पर ऐसा लिखा गया है, മോശ യഹോവയുടെ വടിയുമായി പുറപ്പെട്ടു. मूसा जो है यहोवा के लाठी के साथ आगे निकला। അന്നുവരെ അവന്റേതായിരുന്ന വടി, आज से जब तक जो लाठी मूसा का था, അന്നുണ്ടായ ദൈവിക സന്ദർശനത്തിന്റെ മുൻപിൽ അത് യഹോവയുടെ വടിയായി മാറുവാനിടയായി. इस परमेश्वर की क्रिया के सामने ये जो लाठी है यहोवा की लाठी ആ होगी। യഹോവയുടെ വടിയുമായിട്ടാണ് മോശ അടുത്ത ദിവസങ്ങൾ മുതൽ, അല്ലെങ്കിൽ തന്റെ അടുത്ത യാത്ര ആരംഭിക്കുവാനിടയായി. और इस यहोवा की लाठी के साथ मूसा जो है अपने आगे को चलता है, आगे चलते जाता ആ है। വടിയാണ് മിസ്രൈം ദേശത്ത് 10 ബാധകൾക്ക് ആമേൻ സാക്ഷ്യം വഹിപ്പാനിടയായി. और यही लाठी का कारण है जो मिस्र के देश में 10 महामारी को लेकर आया। ആമേൻ വടിയാണ് മിസ്രൈമിലെ മന്ത്രവാദികളുടെ ആമേൻ വടികളെ വിഴുങ്ങിക്കളയുവാനിടയായി. और यही लाठी है जो वहां के तंत्रियों को जो हराता है, जिसको खा लिया गया। ആമേൻ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ ദൈവം ഉപയോഗിച്ചത് മോശയുടെ പക്കലുണ്ടായിരുന്ന യഹോവയുടെ വടിയാണ്. और परमेश्वर ने इसी लाठी का उपयोग किया वहां पर अद्भुत कार्य और चिन्ह को करने के लिए। ഇവിടെ ഈ വടി കയ്യിൽ വെച്ചുകൊണ്ടാണ് മോശ നിലവിളിക്കുന്നത്. और यहाँ पर ये लाठी को हाथ में पकड़ते हुए मूसा यहाँ पर चिल्ला रहा है। അവന്റെ പക്കലുള്ളതായ വടി അധികാരത്തിന്റെ വടിയാണ്. उसके हाथ में जो लाठी है वो अधिकार की लाठी है, അഭിഷേകത്തിന്റേതാണ്. वो अभिषेक से भरी हुई लाठी है, അത്ഭുതങ്ങളുടേതാണ്. वो अद्भुत कार्य करने वाली लाठी കഴിഞ്ഞ है। നാളുകൾ നടന്ന ദൈവപ്രവൃത്തികളെ പെട്ടെന്ന് മോശ മറക്കുകയാണ്. और पिछले दिनों में जो परमेश्वर का कार्य हुआ था, मूसा इन सब चीजों को भूल അവൻ जाता है ദൈവത്തോട് നിലവിളിക്കുകയാണ്. और मूसा परमेश्वर के सामने आज्ञा करता है, चिल्ला रहा യഹോവയുടെ है। ആത്മാവ് അവനെ ഉത്തേജിപ്പിക്കുന്നു. और परमेश्वर की आत्मा उससे कहती है, അല്ലയോ മോശേ, നീ നിലവിളിക്കേണ്ട हे ആവശ്യമില്ല. मूसा तू क्यों डर रहा है? तुझे चिल्लाने की जरूरत നീ नहीं, ഭയപ്പെടേണ്ട तुझे ആവശ്യമില്ല. डरने की जरूरत नहीं। ഈ ചെങ്കടൽ നിനക്കൊരു വിഷയമല്ല. ये लाल समुद्र तेरे लिए एक विषय नहीं है। എന്റെ പിന്നിൽ വരുന്ന ഫറവോനും സൈന്യവും നിനക്കൊരു വിഷയമല്ല. तेरे पीछे आने वाली सेना, पर्वों की सेना जो है एक विषय नहीं है। ചുറ്റുമുള്ള വിശാലമായ മരുഭൂമി നിനക്കൊരു വിഷയമല്ല. आसपास पूरे होने वाले राजस्थान तुम्हारे लिए एक विषय नहीं है, കാരണം നിന്റെ പക്കൽ അധികാരത്തിന്റെ വടി ഞാൻ ഏൽപ്പിച്ചു. क्योंकि तुम्हारे हाथ में मैंने इस अधिकार की लाठी सौंपी है। ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, इसलिए जो भी सुनने वाले भाई बहनों, നമ്മുടെ ജീവിതയാത്രയിൽ നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ നാം നേരിടേണ്ടി വരുമ്പോൾ, हमारे जीवन की यात्रा में जो हम नहीं सोचते, जब ऐसे चीजें आ जाते हैं, പെട്ടെന്നൊരു നിമിഷത്തേക്കെങ്കിലും നാം ആമേൻ ഭയമുള്ളവരായി നിലവിളിക്കേണ്ടി വരുമ്പോൾ, कुछ समय के लिए भी हम जब डर जाते हैं, चिल्लाते हैं, ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ധൈര്യം പകരുവാനിടയായി. ये वचन तो है हमें धैर्य दे, धीरज दे। നമ്മിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിന് ഒരു ശക്തിയുണ്ട്. जो अभिषेक हम में है उसके लिए एक सामर्थ्य है, उसमें एक ताकत है। നമ്മിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിന് ഒരു അധികാരമുണ്ട്. जो अभिषेक हमारे में है उसमें एक अधिकार भी है, അത് ചെങ്കടലിനെ മാറാക്കുന്ന ശക്തിയാണ്. और वो सामर्थ्य ऐसा है जो लाल समुद्र को बांट सकती है। ആമേൻ. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരുമായി പല സന്ദർഭങ്ങളിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്ര ഭീരുക്കളാകുവാൻ കാരണം എന്താണ്? और परमेश्वर यीशु मसीह जब अपने चेलों से बात करते हो, बार बार पूछा कर कि तुम इतना क्यों डरते हो? ഒരിക്കൽ ഗലീല കടലിൽ മുങ്ങി മരിക്കുമെന്ന് ഓർത്ത് നിലവിളിക്കുന്ന ശിഷ്യന്മാർ, एक बार चेलों ने सोचा करके वो गलीला के समुद्र में डूब जाएंगे। യേശു അടുത്ത് വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, यीशु करीब आकर उनसे कहता है, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല? क्या तुम में अब भी विश्वास नहीं നിങ്ങൾ है? എന്തിനാണ് तुम ഭയപ്പെടുന്നത്? क्यों डर रहे हो? കാറ്റും കടലും നമ്മെ അനുസരിക്കുവാനിടയായി. हवा और आंधी और तूफान जो है, लहर जो है, हमें हमारे दिल से नहीं। അതിനെ നിയന്ത്രിക്കുന്ന ഒരുവനാണ് ആമേൻ നിങ്ങളുടെ ഗുരു കർത്താവെന്ന് യേശു और इस हवा, आंधी, പറയുകയാണ്. तूफान, लहरों को कंट्रोल करने वाला, नियंत्रित करने वाला जो तुम्हारे साथ है। ആമേൻ. ഇതിനേറെ പറയുന്നു, മരിച്ച 4 നാളായി നാറ്റം വെച്ച
ആമേൻ ലാസറിന്റെ കല്ലറയ്ക്കൽ പോലും നിന്നുകൊണ്ട് യേശു മുഴക്കിയ ശബ്ദത്തിന്റെ മുൻപിൽ കല്ലറ ഭേദിച്ച് ആമേൻ കല്ലറ തുറന്ന് കല്ലറയ്ക്ക് വെളിയിലേക്ക് ആമേൻ ലാസർ ജീവനുള്ളവനായി കടന്നു വന്നു എങ്കിൽ ആമേൻ എത്ര പഴകിയതും എത്ര ജീവനില്ലാത്തതും എത്ര നാറ്റം വെച്ചതും എത്ര ശക്തമായതും ഇളകി മറിയുന്നതുമായ പ്രതിസന്ധിയുടെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തിന് അതിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ കഴിയുമെന്ന് ഇന്ന് പകലിൽ ദൈവജനം തിരിച്ചറിയണം. इन सारे चीजों से बढ़कर जो है हम जानते हैं करके लासर को परमेश्वर ने कैसे बुलाया. परमेश्वर के आज्ञा के सामने, उसके वचन के सामने लासर जो है अपने कब्र से बाहर आता है. कितना भी पुराना हो जाए, कितना भी भास आ जाए, पर उन सारे चीजों से हम सब जीवित होकर वापस आ सकते हैं. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. मरकुस का सुसमाचार 16वां अध्याय 16वें वचन से हम जानते हैं. വിശ്വസിക്കുന്നവരാൽ ഈ 17-ാം വാക്യം മുതൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. जो विश्वास करते हैं उनके लिए सारे चिन्ह रहेंगे. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, मेरे नाम से दुष्ट आत्माओं को निकालेंगे, പുതുഭാഷകളിൽ സംസാരിക്കും, नई नई भाषाओं बात करेंगे, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, सांपों को उठाएंगे, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. और तुम्हारे प्राण को हानि होने वाले कुछ भी चीज पी ले पर तुम्हें कोई हानि नहीं होगी. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. बीमारों पर हाथ रखोगे और वो चंगाई प्राप्त करेंगे. ഇവിടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്ന അധികാരത്തിന്റെ വിശേഷത നമുക്ക് മനസ്സിലാക്കുവാൻ ये കഴിയും. हमें समझना है करके परमेश्वर यीशु मसीह जो है, जो अधिकार उनके चेलों को दे रहे हैं, അത് അസാധാരണമായ ഒന്നാണ്. वो जो है असाधारण है. രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ സൗഖ്യം ആമേൻ ഉണ്ടാകുന്ന रोगियों पर അധികാരം. जो बीमार है उन पर हाथ रखने पर वो चंगाई प्राप्त करेंगे. സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാൻ ശക്തി പകരുന്ന सांपों को അധികാരം. उठाने के लिए, पकड़ने के लिए अधिकार. ഭൂതങ്ങളെ പുറത്താക്കുവാൻ ശക്തി പകരുന്ന അധികാരം. दुष्ट आत्माओं को निकालने के लिए अधिकार. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷ കാലയളവിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. और हम जानते हैं करके प्रेरितों के काम ने, चेलों ने जो भी काम किया है सब कुछ अच्छी तरह से विवरण दिया है. അനേക രോഗികളെ അവർ സൗഖ്യമാക്കി. कई सारे रोगियों को चंगा किया. മരിച്ചവർ പോലും അവരുടെ ശുശ്രൂഷകളിൽ ഉയർക്കുവാൻ जो भी मरे ഇടയായി. थे वो भी जी उठे उनके सेवकाई में. പത്രോസിന്റെ നിഴൽ തട്ടിയ രോഗികൾ പോലും സൗഖ്യമായി എന്ന് വചനത്തിൽ രേഖപ്പെടുന്നു. प्रेरित पत्रोस के जो शैडो है वो लगने पर भी जो है रोगी चंगाई. അങ്ങനെയെങ്കിൽ അവരുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി അസാധാരണമായിരുന്നു. तो इसका मतलब ये हुआ करके जो अभिषेक की शक्ति और सामर्थ्य जो इनको मिली थी वो एक അത് असाधारण ഇവിടെ सामर्थ्य थी. യഹോവയുടെ ആത്മാവ് മോശയോട് പറയുകയാണ്, और यही यहोवा का आत्मा परमेश्वर मूसा से कहता നീ है, നിലവിളിക്കേണ്ട, हे मूसा तू क्यों डर रहा മോശേ है? നീ ഭയപ്പെടേണ്ട, तुझे डरने की बात नहीं है. ചെങ്കടൽ നിനക്ക് മുൻപിൽ വഴിമാറുവാൻ പോകുകയാണ്. लाल समुद्र तेरे आगे जो बटने वाला है. നിന്നെയും നിന്റെ ജനത്തെയും അടിമകളാക്കുമെന്ന് വെല്ലുവിളിച്ച് നിന്റെ പിറകിൽ പാഞ്ഞടുക്കുന്ന ശത്രു സൈന്യം താളടിയാകുവാൻ പോകുകയാണ്. और जो पीछे से आने वाले चुनौती देता हुआ सेना जो है वो भी तेरे सामने गिर जाएगी. ഇന്ന് കാണുന്ന ഈ മിശ്രീമിനെ ഇനി മേലിൽ കാണാതെ വണ്ണം അവ എന്നേക്കുമായി നശിപ്പിക്കുവാൻ പോകുകയാണ്. ये जो मिस्र तू आज देख रहा है वो कभी नहीं दिखेगा, मैं उसका नाश कर दूंगा. Praise the Lord. Hallelujah. മോശയുടെ പക്കലുണ്ടായിരുന്ന വടി സമുദ്രത്തിന് നേരെ നീട്ടിക്കഴിഞ്ഞപ്പോൾ ഇതാ സമുദ്രം രണ്ടായി വിഭജിക്കുവാനിടയായി. मूसा के हाथ में जो लाठी थी, जब समुद्र के ओर पाट किया, जो समुद्र जो है दो भागों में बट गया. സമുദ്രം വിഭജിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, और ഉണങ്ങിയ നിലത്തുകൂടെ അജനമെല്ലാം അക്കരെ सिर्फ കടക്കുവാനിടയായി. लाल समुद्र दो भागों में बट नहीं गया, बल्कि एक सूखे जमीन सर जो है इस्राएल की प्रजा चलकर आगे गई. ഏത് സമുദ്രത്തിൽ അവരെ മുക്കിക്കളയുമെന്ന് ശത്രു വെല്ലുവിളിച്ചുവോ, जिस शत्रु ने कहा करके मैं उनको इस समुद्र में डुबाकर मारूंगा, അതേ മോശയുടെ മേൽ പകർന്ന അധികാരത്തിന്റെ അഭിഷേകത്തിന്റെ വടി ശക്തി ആമേൻ ആ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി മാറ്റുവാൻ. और वही अधिकार, वही सामर्थ, वही अभिषेक जो मूसा के लाठी पर था, उसने जो है लाल समुद्र को बटोरा. അവരെ അപഹരിക്കുമെന്ന് അടിമകളാക്കുമെന്ന് ഏത് ശത്രു അവൻ വെല്ലുവിളിച്ചുവോ, जब शत्रु ऐसा चुनौती दे रहा था करके मैं इनको वापस गुलाम बनाने वाला, ആ ശത്രുവിനെ അതേ സമുദ്രത്തിൽ മുക്കി കൊല്ലുവാൻ. और उसी शत्रु सेना को जो है उसी समुद्र में डुबाकर मारा. Praise the Lord. Hallelujah. മിസ്രയീമിന്റെ ഇരുമ്പ് രഥങ്ങൾ, मिस्र के लोहे के होने वाले रथ, മിസ്രയീമിന്റെ മേത്തരമായ ആമേ രഥങ്ങളും കുതിരകളും ആമേൻ സൈന്യ സമേതം ആമേൻ ചെങ്കടലിൽ മുങ്ങി നശിക്കുവാൻ. मिस्र के होने वाले सबसे अच्छे रथ, उसके सरदार, उसके घोड़े, सब कुछ जो है उसी समुद्र में डूब मरे. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിച്ച ജനം
വാഗ്ദത്ത നിവർത്തിയിലേക്ക് ഈ യാത്ര जो ചെയ്യുവാൻ प्रजा ने वायदा को प्राप्त किया, उस वायदे को पूरा होते हुए उसके आगे वो चलने लगे। ആ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്. इसी अध्याय के सबसे आखिरी वचन ऐसा कहता है, യഹോവ മിസ്രയീമിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു, ജനം യഹോവയെ ഭയപ്പെട്ടു. और ये जो महान कार्य जो परमेश्वर ने किया मिस्र के देश के ऊपर, वो देखकर इस्राएल ने यहोवा का भय मान लिया യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. और आखिर में ऐसा लिखा है, यहोवा पर और उसके दास होने वाले मूसा पर उन्होंने विश्वास किया। ഒരു കാലത്ത് മോശയ്ക്ക് വിരോധമായി പിറുപിറുത്ത एक ജനം, समय ऐसा था जब वो मूसा के खिलाफ कुटकुटाने लगे। ഒരു കാലത്ത് ഭയപ്പെട്ട് നിലവിളിച്ച ജനം, एक समय था जब वो डर कर चिल्लाने लगे, മരണത്തിനു വേണ്ടി ആഗ്രഹിച്ച ജനം. वो मरने के लिए तैयार थे, ऐसी प्रजा। ഇവിടെ ഇതാ ദൈവപ്രവൃത്തിയുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, और यहाँ पर परमेश्वर के कार्य को देखकर परमेश्वर की महिमा कर रहे हैं ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. और परमेश्वर पर विश्वास അവരുടെ करते हैं। ഭയം മാറുകയാണ്. उनका सारा डर हट गया। അവർ മോശയോട് പിറുപിറുക്കുകയല്ല, മോശയെ ബഹുമാനിപ്പാൻ अभी वो ഇടയായി. मूसा के खिलाफ कुटकुटा रहे नहीं है, बल्कि मूसा की इज्जत करते हैं। പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നാം പഠിക്കുമ്പോൾ और जब इसका 15वां अध्याय जब हम पढ़ते हैं, ആ അധ്യായം മുഴുവൻ മിസ്രയീം സമയത്ത് ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെയും ആർപ്പിന്റെയും സ്തോത്രത്തിന്റെയും ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ और കഴിയും. निर्गमन का पुस्तक 15वां अध्याय पूरा ये जो कहता है, मिस्र से पार होने के बाद जो स्तुति आराधना होते, जो गाना गा रहे, जो गीत गा रहे हैं, पूरी आराधना हमें यहाँ पर दिखाई दे അവന് रही है। പറയുവാൻ ഒരു കാര്യമുണ്ട്. और मूसा ये कहना चाहता है, ആമേൻ. ഇസ്രായേൽ ജനത്തിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. इसराइल को कहने के लिए एक बात है, ഞങ്ങൾ ഫറവോന് ഇനി അടിമകളല്ല. हम अब फर्मों के गुलाम नहीं, ഞങ്ങൾ ആമേൻ പരമസിയോനിൽ ഞങ്ങൾ ഇനി അന്യരല്ല. हम जो है सियोन से अभी अन्य नहीं। ഹല്ലേലൂയ. हालेलुया। ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ദൈവം, हमारे लिए युद्ध करने वाला एक परमेश्वर, ആമേൻ. അവൻ ഞങ്ങളെ ഞങ്ങളുടെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ ये परमेश्वर जो है हमें हमारे वायदे के देश में लेके जाता ഇന്ന് है। പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, आज जो मेरे भाई बहन सुन रहे हैं, നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ हमारे जीवन में जो भी क्लेश और कठिनाई आ रही എത്ര है, വലുതുമായി കൊള്ളട്ടെ, वो कितने भी बड़ी हो അത് जाए, എത്രയോ ആകസ്മികമായി കൊള്ളട്ടെ, कितना भी भयानक हो നാം जाए, പ്രതീക്ഷിക്കാത്തതായ സന്ദർഭങ്ങളിൽ ആമേൻ അത് നമ്മെ നേരിട്ടു എന്ന് വന്നേ. जब हम सोच नहीं सकते ऐसे समय पर अपने ये आ जाए, പക്ഷേ നമ്മുടെ പക്കലുള്ള ഒരു ആത്മീയ അധികാരം നാം തിരിച്ചറിയണം. पर हमारे पास एक आत्मिक अधिकार दिया गया, उसे हमें परखना है। നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തി നാം जो തിരിച്ചറിയണം. अभिषेक की सामर्थ हम में है, उसे हमें समझना है। നാം സേവിക്കുന്ന ദൈവം ആരെന്നുള്ള പൂർണ്ണ ബോധ്യം जो നമുക്കുണ്ടായിരിക്കും. परमेश्वर की हम सेवा करते हैं वो कौन है, इसका पूरा ज्ञान हमें मिले। അങ്ങനെയെങ്കിൽ ഈ പ്രതികൂല ഘട്ടങ്ങളിൽ ധൈര്യമായി നമുക്ക് മുന്നേറുവാൻ ഇടയായി. अगर ऐसा है तो ये समय में जो एकदम धीरज के साथ हम आगे बढ़ सकते ഇന്ന് हैं। പകൽക്കാലം ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും വിശേഷമായ ദൈവിക ധൈര്യവും കൃപയും അഭിഷേകത്തിന്റെ ശക്തിയും ദൈവം ആമേൻ പുതുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി आज പ്രാർത്ഥിക്കുക. जो भी भाई बहन ये मेरे वचनों को सुन रहे हैं, उनको जो एक नया अभिषेक मिले और सामर्थ मिले। നമ്മുടെ മേലുള്ള ആമേൻ 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 ചില കീഴടക്കുന്ന ഭയം മാറിപ്പോകട്ടെ, जो डर हमें नीचे करता है, जो हमें जकड़ लेता है, वो डर നിരാശകൾ हट जाए। മാറിപ്പോകട്ടെ, हमारे सारे निराशाएं हट जाए, ആമേൻ വെറുവെറുപ്പ് മാറിപ്പോകട്ടെ, हमारा कुटकुटाना हट जाए, നിലവിളി हमारा മാറിപ്പോകട്ടെ. चिल्लाना हट जाए। വിടുവിക്കുന്ന ദൈവം യുദ്ധവീരനായി നമുക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ. जो परमेश्वर हमें छुड़ाता है वो हमारे लिए वहां पर खड़ा रहेगा। പകർന്നിരിക്കുന്ന ഈ ആത്മശക്തിയുടെ അധികാരം ശക്തമായി ഉപയോഗിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ जो സഹായിക്കട്ടെ. आत्मिक ताकत हमें दिया है उसका पूरा उपयोग करते हम स्थिर रहे, वहां पर खड़े ഇന്ന് रहे। പകൽക്കാലം ദൈവത്തിന്റെ ഈ ആത്മാവ് आज जो है परमेश्वर की आत्मा നമ്മെ അതിനായി സഹായിക്കട്ടെ. हमें इसलिए मदद करे। ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും मैं ചെയ്യുന്നു. पूरे मन से प्रार्थना करता हूं और विनंती भी करता हूं। Praise the Lord. हालेलुया। ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ അവസരം എടുക്കാം. परमेश्वर की उपस्थिति में हम सब प्रार्थना करेंगे, मौका लेंगे। ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞു. सब लोग जो है एक साथ मिलकर जब परमेश्वर की स्तुति करें, धन्यवाद करें। വചനം നമ്മുടെ ഉള്ളത്തിൽ ധൈര്യം പകരുവാനിടയായി. जो वचन हमने सुना है हमारे मन में वो जरा धीरज दे। ഈ ദൈവവചനം നമ്മെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ये परमेश्वर का वचन जो है हमें सामर्थ्य दे। ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യും. सब लोग जो है परमेश्वर की स्तुति करें, धन्यवाद ആമേൻ. करें। ധൈര്യത്തോടെ സന്തോഷത്തോടെ ഒരു പാട്ടിന്റെ രണ്ട് വരി ആമേൻ ശീലകൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. धीरज के साथ एकदम आनंद के साथ जो है एक गीत गाएंगे। എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതേ
നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി ഫറവോനു ഞാനിനി അടിമയല്ല ഫറവോനു ഞാനിനി അടിമയല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല പരമസിയോനിൽ ഞാൻ അന്യനല്ല എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി മനോഹരമായ കാനാൻ ദേശമേ മനോഹരമായ കാനാൻ ദേശമേ അതേ എനിക്കഴിയാത്തൊരവകാശമേ അതേ എനിക്കഴിയാത്തൊരവകാശമേ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി സംഹാരദൂതൻ എന്നെ കടന്നു പോയി. നമ്മുടെ തലകളെ വണക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम हमारे सरों को झुकाएंगे और प्रार्थना करेंगे. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയെ സ്തുതിക്കുവാനും ആരാധിപ്പാനും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും കർത്താവ് ഞങ്ങൾക്കൊരവസരം കൂടെ ഈ ഭൂപരപ്പിൽ ദാനം ചെയ്തല്ലോ. ഞങ്ങളുടെ ജീവനെ പരിപാലിച്ച, ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കിയ, ഞങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച, ഞങ്ങളുടെ ഭക്തിക്കും ജീവനും വേണ്ടതെല്ലാം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പകൽക്കാലം അങ്ങയെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങൾക്ക് വീണ്ടും അവസരത്തെ അങ്ങ് നൽകിയല്ലോ. അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ ഭയപ്പെടുന്ന നാളിൽ കർത്താവെ അങ്ങിൽ ആശ്രയിപ്പാൻ ദൈവമേ, ഞങ്ങളുടെ മനസ്സിളകുമ്പോൾ, ഞങ്ങളുടെ മുൻപിൽ പ്രതിസന്ധികൾ ആകസ്മികമായി കടന്നു വരുമ്പോൾ അതിൻ്റെ മേൽ ജയം പകരുന്നതായ ആത്മശക്തിയും അഭിഷേകവും ഞങ്ങളുടെ മേലുണ്ടെന്നുള്ള തിരിച്ചറിവോടെ മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ചെങ്കടലിന്റെ മുൻപിൽ നിലവിളിച്ചതായ ജനം, ഹല്ലേലൂയ, പിൻപിൽ വന്ന ആമേൻ വൻ സൈന്യത്തെ കണ്ട് നിരാശപ്പെട്ടതായ ജനത്തിനു വേണ്ടി യുദ്ധവീരനായ ദൈവം ഇറങ്ങി അവരെ വിടിവിക്കുകയും അവരുടെ ശത്രുക്കളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു എങ്കിൽ കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ ആകസ്മികമായി കടന്നു വരുന്ന ആമേൻ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ഏത് പ്രതിസന്ധികളുടെ മേലും ജയം തരുവാൻ ഞങ്ങൾക്ക് കർത്താവ് വിശ്വസ്തനായി കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ നല്ല കർത്താവെ, ഞങ്ങളെ അക്കരയ്ക്ക് നയിക്കുന്ന, എത്തിക്കുന്ന കർത്താവാണല്ലോ. അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവെ, അങ്ങിലധികമായി വിശ്വസിക്കുവാൻ, ആശ്രയിപ്പാൻ ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ നിത്യവും ഇടയാക്കണമേ. ഈ സമയത്ത് നിന്റെ ജനത്തെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിന്റെ ജനങ്ങൾ പാർക്കുന്നു. കർത്താവെ, വിദേശ രാജ്യങ്ങളിലും മറ്റുമായി ഞങ്ങളുടെ സഹോദരങ്ങളായിരിക്കുന്നു. എല്ലാവരെയും തൃക്കരകൾ തരുന്ന കർത്താവെ, എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ദൃഷ്ടിയും പരിപാലനവും ഉണ്ടാകണമേ. ശത്രുവാരെയും കാണുവാൻ, തൊടുവാൻ ഇടയാക്കരുതേ. എല്ലാവരുടെ മേലും പകർന്നിരിക്കുന്ന ആത്മശക്തിയെ കുറിച്ചുള്ള ബോധ്യത്തോടെ, ധൈര്യത്തോടെ ആമേൻ എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ ജനത്തെ ഇടയാക്കിയാട്ട് ആവശ്യമായ എല്ലാ ദൈവകൃപയും എല്ലാവരുടെ മേലും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാൻ അവസരങ്ങൾ അങ്ങ് നൽകണമേ എന്ന് വിശേഷാൽ അപേക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുക്കിയ ഈ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ഇതിന്റെ പിന്നിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആമേൻ ഈ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അധ്വാനിച്ചല്ലോ. അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ, പ്രതിഫലം നൽകുമാറാകണമേ, എല്ലാ നല്ല ധാരങ്ങളാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.